നമസ്കാരം ശ്രീലേ. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. വളരെ നിർണായകമായ ഞെട്ടിക്കുന്ന ചില വിവരങ്ങൾ കർണാടക പോലീസ് പുറത്തുവിട്ടിരിക്കുന്നു. അതായത് ഒരു US മിഷണറി സംഘടന, അതിന്റെ പേര് ദ തിമോത്തിയോസ് ഇനിഷ്യേറ്റീവ് എന്നാണ്. മതപരിവർത്തനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിദേശ സംഘടന ഇന്ത്യയിൽ വന്നിട്ട് ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്ന തരത്തിൽ പ്രവർത്തിച്ചു. കോടിക്കണക്കിന് രൂപ ഇന്ത്യയിലെ വിവിധ വിധ്വംസക പ്രവർത്തനങ്ങൾക്കായിട്ട് വിതരണം ചെയ്തു എന്നൊക്കെയുള്ള വിവരങ്ങളാണ് പുറത്തുവിട്ടിരിക്കുന്നത്. അത് മാത്രമല്ല, നമ്മുടെ കർണാടക പോലീസ് ഈ കസ്റ്റഡിയിലായ അറസ്റ്റിലായ 6 പേർക്കെതിരെ ഈ തിമോത്തിയോസ് ഇനിഷ്യേറ്റീവിന്റെ 6 പുരോഹിതന്മാർ എന്ന് തന്നെ പറയാം, ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന 6 പേർക്കെതിരെ UAPA ചുമത്തിയിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് FCRA, FEMA തുടങ്ങിയ നിയമലംഘനങ്ങൾ നടത്തി തുടങ്ങിയ വിഷയങ്ങളിൽ നിയമലംഘനങ്ങൾ നടത്തിയ കുറ്റത്തിനാണ് ഇവർക്കെതിരെ UAPA ചുമത്തിയിരിക്കുന്നത്. എന്താണ് ഇതിന്റെ വിശദാംശങ്ങൾ? കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിലെ കർണാടക പോലീസാണ് നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഇവർ എത്രത്തോളം രാജ്യസുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തിയിരിക്കുന്നു എന്ന് നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. എന്താണ് അതിന്റെ വിശദാംശങ്ങൾ? പ്രശാന്ത്, FCRA നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് നിയമം ഭേദഗതി ചെയ്യാൻ ഒരുങ്ങുന്നു, ചട്ടങ്ങൾ കർശനമാക്കുന്നു എന്ന് കണ്ടപ്പോൾ തന്നെ കേരളത്തിലെ ക്രൈസ്തവ സഭകളാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയത്. കേരളത്തിലെ ക്രൈസ്തവ സഭകൾ 20% പേർ മാത്രമേ, ഇന്ത്യയിലെ തന്നെ മുഴുവൻ FCRA ഫണ്ട് വാങ്ങിക്കുന്ന ഓർഗനൈസേഷൻസിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അതിന്റെ 20% മാത്രം, ഏതാണ്ട് വളരെ ചെറിയൊരു ശതമാനം മാത്രമേ ഈ ഫണ്ട് വാങ്ങിക്കുന്ന FCRA ഫണ്ട് വാങ്ങിക്കുന്ന ക്രിസ്ത്യൻ സംഘടനകളുള്ളൂ എന്നിരിക്കെ അവരുണ്ടാക്കിയ ഒരു പുകില് നമ്മൾ കണ്ടതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ BJPയെ ഒരല്പമെങ്കിലും അകലത്തിലേക്ക് മാറ്റി നിർത്താൻ പോലും അവർ ശ്രമിച്ചതിന്റെ പിന്നിലും തന്നെയാണ്. നമുക്ക് FCRA ഫണ്ട് വരുന്നത് അത് ഏതൊക്കെ രീതിയിലാണ് ചെലവാക്കുന്നത് എന്നതിനെ സംബന്ധിച്ചായിരുന്നു അന്നും ഇതേപോലെ തന്നെ അത് കൃത്യമായി തന്നെ FCRA നിയമ ഭേദഗതിയിൽ അത് എസ്റ്റാബ്ലിഷ്മെന്റ് ഫണ്ടായാലും ഏത് ഫണ്ടായാലും അത് ആവശ്യത്തിന് മാത്രമേ ചെലവഴിക്കാൻ കഴിയൂ എന്ന ഘട്ടം വന്നപ്പോഴാണ് ഇവരെല്ലാം ഈ പ്രശ്നം ഉണ്ടാക്കിയത്. നമുക്കിപ്പോ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ FCRA വഴി വരുന്ന ഫണ്ടുകൾ ഇവർ ചെയ്തുകൊണ്ടിരുന്നത് എന്താണ് എന്നതിന്റെ ഒരു പൂർണ്ണ രൂപമാണ് നമ്മൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കണ്ടുകൊണ്ടിരുന്നത് എന്നുള്ളതാണ്. അവിടെ കർണാടക കെമ്പഗൌഡ വിമാനത്താവളത്തിൽ നിന്ന് പിടിക്കപ്പെട്ട ചിലരിൽ നിന്നാണ് ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടുള്ളത്. അതിൽ തന്നെ വിദേശത്തു നിന്നും നക്സൽ മേഖലയിലേക്ക്, അതായത് നക്സൽ മേഖലകളിൽ അവിടെ മതപരിവർത്തനത്തിന് വേണ്ടി നക്സൽ മേഖലകളിലേക്ക് പണം ഒഴുക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ഈ പറയപ്പെടുന്ന നക്സൽ ബാധിത പ്രദേശങ്ങളിലേക്ക് മിഷണറിമാർക്ക് എളുപ്പം എത്തിച്ചേരാൻ കഴിയുന്നുണ്ട്. അത് ഇങ്ങനെ പണം എത്തിക്കുന്നത് കൊണ്ടാണ് ഈ നക്സൽ മേഖലയിലേക്ക് എത്തിക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ്. അത് മോദി സർക്കാർ നക്സൽ വിരുദ്ധ മുക്ത ഭാരത് എന്ന ലക്ഷ്യത്തോടെ ജീവൻ പണയം വെച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഫണ്ടുകളും മറ്റും വന്നു തുടങ്ങിയിട്ടുള്ളത്. ഏതാണ്ട് 95 കോടി രൂപയോളം വന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ബാങ്കുകളിൽ നിക്ഷേപിച്ച് ഡെബിറ്റ് കാർഡുകൾ വഴി ഇവിടെ പിൻവലിക്കുകയായിരുന്നു. നേരിട്ട് അക്കൗണ്ടിലേക്ക് എത്തുകയില്ല, അവിടുത്തെ അക്കൗണ്ടിലേക്ക് ഇട്ട ശേഷം ഡെബിറ്റ് കാർഡ് വഴി അമേരിക്കൻ അക്കൗണ്ടുകളിൽ നിന്ന് ഡെബിറ്റ് കാർഡ് വഴി പിൻവലിക്കായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതെ, അങ്ങനെയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും വിദേശ ഫണ്ടുകൾ വൻതോതിൽ വരുന്നുണ്ട് എന്ന് വ്യക്തമായ സ്ഥിതിക്ക് രാഷ്ട്രീയം ഒന്നും നോക്കാതെ, കേരളത്തിലാണെങ്കിൽ പോലും അത് സംഭവിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്, രാഷ്ട്രീയം ഒന്നും നോക്കാതെ രാജ്യസുരക്ഷയ്ക്ക് അപകടമാണ് എന്ന വിഷയത്തിൽ കർണാടക സർക്കാർ എടുത്ത ആ ഇനിഷ്യേറ്റീവിനെ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല. രാജ്യത്തോടൊപ്പം നിൽക്കാനുള്ള ആ തീരുമാനത്തെ, കർണാടക സർക്കാരിന്റെ തീരുമാനത്തെയും അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ എത്രത്തോളം ഗുരുതരമാണ് അവിടുത്തെ നക്സൽ ബാധിത പ്രദേശങ്ങളിൽ ഇവരുടെ പണം മുടക്ക്, അതുപോലെ തന്നെ അനധികൃത മതം മാറ്റം അടക്കമുള്ള വിഷയങ്ങൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. ഒരു തിമോത്തി ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്ന സംഘടനയ്ക്കും 6 വ്യക്തികൾക്കുമെതിരെ ഇപ്പോൾ UAPA ചുമത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കർശനമായ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ നിയമപ്രകാരമുള്ള UAPA കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ബംഗളൂരുവിലെ കൊത്തനൂർ പോലീസാണ് ഇത് സംബന്ധിച്ച് കേസ് ഫയൽ ചെയ്തത്. രാജ്യത്തെ ഇടതുപക്ഷ തീവ്രവാദ ബാധിത പ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അന്താരാഷ്ട്ര ഡെബിറ്റ് കാർഡ്, അതായത് നക്സൽ പ്രദേശങ്ങളിൽ നിന്നും അന്താരാഷ്ട്ര ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് ഈ കാർഡുകളുടെ ശൃംഖല വഴി പല സംഘടനകളിലേക്കും പണം എത്തിയിട്ടുണ്ട്, മറ്റു ചില വ്യക്തികളിലേക്ക് പണം എത്തിയിട്ടുണ്ട്, അങ്ങനെ വിദേശ ഫണ്ട് എത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ പലപ്പോഴും ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച്
ഇവർ 1000-ലധികം ഈ വിദേശ ഡെബിറ്റ് കാർഡുകൾ വിതരണം ചെയ്തു എന്നാണ്. അപ്പോൾ അത് ഉപയോഗിച്ചാണ് ഈ നക്സൽ ബാധിത പ്രദേശങ്ങളിലെ ഈ മാവോയിസ്റ്റ് സംഘടനകൾ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട ആൾക്കാർ, അർബൻ നക്സലുകൾ, ഇവരൊക്കെ പണം പിൻവലിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ മോദി സർക്കാരിനും ദേശീയതയ്ക്കും ഒക്കെ എതിരെ ഈ അർബൻ നക്സലുകൾ എങ്ങനെയാണ് ഇത്രയും വായ്ത്താരി ഇട്ടത് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. കാരണം അർബൻ നക്സലുകളെ പണം കൊടുത്തു സ്വാധീനിച്ചുകൊണ്ട് രാജ്യത്തെ ഇല്ലാതാക്കുക എന്ന തന്ത്രമാണ് പല രാജ്യങ്ങളും നമ്മളോട് പയറ്റിക്കൊണ്ടിരിക്കുന്നത്. ആ രാജ്യത്തിന് ഇന്ധനവും വളവും കൊടുക്കുന്ന രീതിയിലാണ് ഇവിടെ നക്സലുകൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയല്ല മറ്റു രാജ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ രാജ്യവിരുദ്ധ ശക്തികളെ ഒന്നിച്ചു ചേർക്കാനും കലാപം സൃഷ്ടിക്കാനും രാജ്യവിരുദ്ധരെ പല രീതിയിൽ മതം മാറ്റിയും അതുപോലെ തന്നെ പണം നക്സൽ പ്രദേശങ്ങളിൽ പണം എത്തിച്ചു പൊക്കൊണ്ട് അങ്ങനെ രാജ്യവിരുദ്ധ ശക്തികളെ ഒന്നായി നിർത്തിക്കൊണ്ട് രാജ്യത്തെ തകർക്കാനുള്ള ആസൂത്രിതമായ ശ്രമമാണ് നടക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ശ്രമങ്ങളൊക്കെ നമുക്കറിയാം. ഈ ശ്രമങ്ങളൊക്കെ കേരളത്തിലായിരുന്നെങ്കിൽ ഒരു കേസ് പോലും ഉണ്ടാകുമായിരുന്നില്ല. നമ്മൾ കണ്ടതാണ്, ഒരു കേരള സ്റ്റോറി വന്നപ്പോൾ കേരളത്തിൽ ഉണ്ടാക്കിയ പുകില് കണ്ടതാണ്. ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ കേരളത്തിൽ നിന്നാണ് IS-ലേക്ക് പോയിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ പെൺകുട്ടികളെ കാണാതാകുന്ന സ്ഥലം കേരളമാണ്. അപ്പോഴും ഏറ്റവും കൂടുതൽ ലവ് ജിഹാദ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള സ്ഥലമാണ് കേരളം. ഇതൊക്കെ പറയുമ്പോഴും ഇതൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രീണനം നടത്തുന്ന നയമാണ് നമ്മൾ കണ്ടത്. അവസാനം ഇന്നലെ സർസംഘചാലകനെ കാണാൻ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പോയത് അക്കാദമിക് രംഗത്തുള്ള ഒരാൾ എന്തിനു പോയി എന്ന ചോദ്യമൊക്കെ ചോദിച്ചുകൊണ്ട് ക്ഷമ പറയണമെന്ന രീതിയിലൊക്കെ പറയുന്നത് നമ്മൾ കണ്ടതാണ്. സർസംഘചാലകനെ കാണാൻ പോകുന്നതിന് യാതൊരു തെറ്റുമില്ല. അത് വിരോധിക്കപ്പെട്ട സംഘടനയല്ല. അവനവന്റെ ഇഷ്ടമുള്ളിടത്ത് പോകും. മറ്റൊരു സ്ഥലത്ത് പോകരുത് എന്ന് പറയാൻ ഒരു വ്യക്തിയെ തടയാനുള്ള അവകാശമില്ല. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ VC-മാരെ എന്തെങ്കിലും ചെയ്യാൻ കഴിയുള്ളൂ, അല്ലാതെ ഒന്നും ചെയ്യാനും കഴിയും. അവിടെ ഒരു കാര്യം പറയാനുണ്ട് ശ്രീലെ. ഈ പറഞ്ഞ ഈ അക്കാഡമിക് വിദഗ്ധന്മാർ, വൈസ് ചാൻസലർമാർ ഒക്കെ ഇടതുപക്ഷത്തിന്റെ ഭാഗമാണ്. ഡോക്ടർ സക്കീർ നായിക്കിനെ പോലെയുള്ളവരെ, അതായത് രാജ്യത്ത് ബോംബ് പൊട്ടിക്കാൻ വേണ്ടി പ്രോത്സാഹനം കൊടുക്കുന്ന ചെറുപ്പക്കാരെ ബ്രെയിൻ വാഷ് ചെയ്യുന്ന ഡോക്ടർ സക്കീർ നായിക്കിനെ പോലുള്ളവരെ കാണാൻ പോയിരുന്നെങ്കിൽ ഇവരെല്ലാം കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചേനെ. ഈ സക്കീർ നായിക്കിനാണ് UPA-യുടെ ഭരണകാലത്ത്, അതായത് ഡോക്ടർ മൻമോഹൻ സിംഗിനെ പാവയാക്കി സോണിയ ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് IAS IPS അക്കാഡമികളിൽ വിളിച്ച് ഈ സിവിൽ സർവീസ് എഴുതി വിജയിച്ചു വന്നവർക്ക് മസൂറിയിലും മറ്റും ട്രെയിനിങ് കൊടുക്കുന്ന അവസരത്തില്, ഹൈദരാബാദും മറ്റും ട്രെയിനിങ് കൊടുക്കുന്ന അവസരത്തില് അവരെ ട്രെയിൻ ചെയ്യിക്കാൻ ഈ സക്കീർ നായിക്കിനെയാണ് വിളിച്ചു വരുത്തിയത് എന്നുകൂടി നമ്മൾ ഇവിടെ ഓർക്കേണ്ടതാണ്. തീർച്ചയായിട്ടും ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. 2025 നവംബർ മുതൽ 2026 ഏപ്രിൽ വരെ 6 മാസത്തിനിടെ FEMA FCRA വ്യവസ്ഥകൾ ഇവർ ലംഘിച്ചു എന്നാണ് പറയുന്നത്. എന്തായാലും ഈ ഇങ്ങനെ ലംഘിച്ച ഇതിലെ 6 പേര്, അറസ്റ്റിലായ 6 പേരുടെ പേരുകൾ കൂടെ ഞാനൊന്ന് പറയാം. അതായത് ജോനാഥൻ S. രാജൻ, മൈക്ക മാർക്ക്. ഈ മൈക്ക മാർക്ക് കൃത്യമായിട്ടും അമേരിക്കൻ പൗരനാണ്. അയാളുടെ കയ്യിൽ നിന്നാണ് ഈ വിദേശ ഡെബിറ്റ് കാർഡുകൾ പിടികൂടിയത്. അയാൾ വലിയ രഹസ്യങ്ങൾ ഉൾക്കൊള്ളുന്ന, ഒളിപ്പിച്ചിരിക്കുന്ന ഒരു മനുഷ്യനാണ്. അതുപോലെ തന്നെ അജിത് വർഗീസ് മത്തായി, വർഗീസ് ചാക്കോ, ബബ്ലു കുർമി, സുപ്രീം ജോയ്, ഇവരാണ് അന്വേഷണം നേരിടുന്നത്. ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്ന വകുപ്പുകളും അതുപോലെ വളരെ മാരകമായ കുറ്റങ്ങളാണ് ഇവർ ചെയ്തിരിക്കുന്നതെന്നാണ് പറയുന്നത്. മറ്റു വിവരങ്ങളും കൂടി ഇത് സംബന്ധിച്ച് ഒന്ന് പങ്കുവച്ചാൽ നല്ലതായിരുന്നു. പ്രശാന്ത്, ഈ പേരുകൾ വായിച്ചപ്പോ എനിക്കൊരു സംശയം, മലയാളിക്ക് അവിടെയും അഭിമാനിക്കാൻ വകയുണ്ടെന്ന് തോന്നുന്നു. കാരണം IS-ലേക്ക് പോയ പോലെ തന്നെ ഒരു അജിത്ത് എന്ന് പറയുന്ന പേര്, അജിത് മത്തായി മാത്യു എന്തോ ഒരു പേര്, ഒരു കേരള നെയിം പോലെ തോന്നുന്നു. ഇവിടെയും അഭിമാനിക്കാൻ വകയുണ്ട്. അതുകൊണ്ട് തന്നെ ലോകത്തെവിടെ ഒരു ഭീകര പ്രവർത്തനം നടന്നാലും അതിനൊരു മലയാളി എന്ന് പറയേണ്ട ഗതികേടിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. എന്നിട്ടും കേരള സ്റ്റോറി വന്ന സമയത്ത് ഇവിടെ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ നമ്മൾ കണ്ടതാണ്. അതിന് ഇത്തരം കാര്യങ്ങളെയൊക്കെ അഡ്രസ് ചെയ്യുന്ന ഒരു സിനിമയായിരുന്നു കേരള സ്റ്റോറി. ഈ തീവ്രവാദ പ്രവർത്തനമല്ല, മറ്റു തരത്തിലുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച്. അപ്പൊ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതൊക്കെ നടക്കുമ്പോഴും അങ്ങനെ ഇല്ല എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതായത് ലോകമെമ്പാടും ക്രൈസ്തവരെയും ക്രൈസ്തവരുടെ ശിഷ്യന്മാരെയും ഡിസൈപ്പിൾസിനെയും ഒക്കെ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ തിമോത്തി ഇനീഷ്യേറ്റീവ് പ്രവർത്തിക്കുന്നതെന്നാണ് അവർ പറയുന്നത്. എനിക്ക് തോന്നുന്നു കേരളത്തിലും അവരുടെ ശാഖയുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
അപ്പൊ ഈ തിമോത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഇങ്ങനെയാണ് ആൾക്കാരെ ഉണ്ടാക്കാൻ വേണ്ടി, അതായത് ഏറ്റവും താരതമ്യേന റോഡും ഒക്കെ കുറഞ്ഞ ഈ നക്സൽ ബാധിത പ്രദേശങ്ങളിലേക്ക് ചെന്ന് അവിടെ പണം കൊടുത്തുകൊണ്ട് അവിടുത്തെ ചിലപ്പോ ഒരു പക്ഷേ നന്നായി ജീവിച്ചുകൊണ്ടിരുന്ന ആൾക്കാരായിരിക്കാം, അവരെ കൂടി തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക്, നക്സൽ പ്രവർത്തനങ്ങളിലേക്കും ആകൃഷ്ടരാക്കി പണം നൽകിക്കൊണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനം, രാജ്യത്തിനെതിരെയുള്ള രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു വിവരം കൂടി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്ക് റൂബിയോ ഇന്ത്യയിൽ വന്നിട്ട് പോയി. അദ്ദേഹം ഇവിടെ സന്ദർശിച്ചു. നമുക്കറിയാം, അദ്ദേഹം ആദ്യം പോയത് മദർ തെരേസയുടെ ആസ്ഥാനത്താണ്, ചാരിറ്റി, അവിടെയാണ് പോയത്, കൽക്കട്ടയിൽ. പിന്നീടാണ് അദ്ദേഹം ഡൽഹിയിൽ വന്നത്. അന്ന് നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ ഏത് തരത്തിലാണ് അദ്ദേഹത്തെ സ്വീകരിച്ചതെന്നൊക്കെ നമ്മൾ കണ്ടതാണ്. വലിയ ചർച്ചയായി അതൊക്കെ. ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നത്, ഇന്ത്യയിൽ FCRA നിയമം ഭേദഗതി ചെയ്യാൻ സർക്കാർ പുതിയ ബില്ല് കൊണ്ടുവരികയും അതിന്റെ വിശദാംശങ്ങൾ പുറത്തുവിടുകയും ചെയ്തപ്പോൾ നമുക്കറിയാം, ശ്രീല ചൂണ്ടിക്കാണിച്ചതുപോലെ ഇവിടെ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള മിഷണറിമാർ, കേരളത്തിലെ സഭകളൊക്കെ വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കി. സമാനമായ ഒരു കോലാഹലം അമേരിക്കയിലും നടന്നു. അവിടെ സെനറ്റ് അംഗങ്ങൾ അതിരൂക്ഷമായി ഇതിനെ എതിർത്തുകൊണ്ട് അമേരിക്കൻ പാർലമെന്റിന് മുന്നിൽ പോലും അവർ സംഘടിച്ചു. ഇന്ത്യയിലെ FCRA നിയമ ഭേദഗതിയെ എന്ത് സമ്മർദ്ദം ചെലുത്തിയിട്ടാണെങ്കിലും പിൻവലിപ്പിക്കണം, അതിൽ നിന്ന് മോദി സർക്കാരിനെ തടയണം എന്നൊക്കെയാണ് അവർ ആവശ്യപ്പെട്ടത്. അമേരിക്കൻ സെനറ്റ് അംഗങ്ങൾ, അതായത് അമേരിക്കയുടെ പാർലമെന്റ് അംഗങ്ങൾ എന്ന് തന്നെ പറയാം. അവരുടെ ഈ മറ്റൊരു രാജ്യത്തിന്റെ പരമാധികാരത്തിൽ ഇടപെടാൻ അമേരിക്കൻ നല്ല ആർക്കും അതിനുള്ള അവകാശമില്ല. അവിടുത്തെ സെനറ്റ് അംഗങ്ങൾക്ക് അവിടെ നിയമനിർമ്മാണം നടത്തുന്ന കാര്യങ്ങളിൽ ഇടപെട്ടാൽ മതി, ഇന്ത്യയിൽ നിയമനിർമ്മാണം നടത്തുന്ന കാര്യങ്ങളിൽ ഇടപെടേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സമ്മർദ്ദതന്ത്രമായി അവർ ഇവിടെ ചെയ്യാൻ ശ്രമിക്കുന്നത് രാജ്യത്തെ നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്ക് അക്കം കൂട്ടാനാണ്. അവരുടെ പണം പല രീതിയിൽ, അമേരിക്കൻ പണം പല രീതിയിൽ ഇവിടേക്ക് വരുന്നുണ്ടെന്ന് നമുക്കറിയാം. മാധ്യമപ്രവർത്തകരടക്കമുള്ളവർക്ക് ഇത്തരത്തിലുള്ള ചില സഹായങ്ങളൊക്കെ പല സ്ഥലങ്ങളിൽ നിന്നും കിട്ടുന്നുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. മാത്രമല്ല, പലർക്കും ഓഫർ വന്ന് നിരസിച്ച ആൾക്കാരെ എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, അത്തരം ശ്രമങ്ങളൊക്കെ പല ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് വ്യക്തമായും കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാജ്യത്തെ തകർക്കാനുള്ള ആസൂത്രിതമായ ശ്രമത്തിന്റെ ഭാഗമാണ് എന്ന് തന്നെയാണ്. ഈ തിമോത്തി ഇനിഷ്യേറ്റീവിന്റെ ഏത് ആളുണ്ടെങ്കിലും, ഏത് പ്രവർത്തകരെ, അവസാനത്തെ പ്രവർത്തകരെ വരെ അറസ്റ്റ് ചെയ്യണം UAPA പ്രകാരം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം രാജ്യത്തെ തകർക്കാനുള്ള ആസൂത്രിതവും സംഘടിതവുമായ ശ്രമമാണ്. ആ നീക്കത്തെ തടയിടാതിരിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ചൂണ്ടിക്കാട്ടാനുള്ളത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. കർണാടക പോലീസിനെ എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല. അതിശക്തമായ നടപടികളുമായിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. കർണാടക പോലീസിന് ഒരു കൈയടി കൊടുക്കുന്നതിനോടൊപ്പം തീർച്ചയായിട്ടും നമുക്ക് ഈ കാര്യത്തിൽ ശ്രീല പറഞ്ഞതുപോലെ A to Z അറസ്റ്റ് നടക്കുമെന്ന് പ്രതീക്ഷിക്കാം. നമ്മുടെ രാജ്യത്തെ തകർക്കാൻ വരുന്ന ഒരു ശക്തിയെയും വെറുതെ വിടരുത് എന്ന് തന്നെയാണ് നമുക്കും പറയാനുള്ളത്. നന്ദി, നമസ്കാരം.